നമസ്തേ. രാജ്യാന്തരത്തിലേക്ക് സ്വാഗതം. ആദ്യ പ്രധാന തലക്കെട്ടുകൾ. ദേശീയതലത്തിൽ ചർച്ചാ വിഷയമായി കോതമംഗലം ലവ് ജിഹാദ്. മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന് അമിത് മാളവ്യ. നടന്നത് സിനിമാ കഥയല്ല, ഇന്നത്തെ കേരളത്തിന്റെ അവസ്ഥയെന്നും BJP IT സെൽ മേധാവി. ലവ് ജിഹാദിലൂടെ കേരള സമൂഹം വർഗീയവൽക്കരിക്കപ്പെടുന്നുവെന്ന് കേരള സ്റ്റോറി സംവിധായകൻ സുദീപ്തോ സെൻ. സെമി കണ്ടക്ടർ മേഖലയിൽ കുതിപ്പോടെ ഭാരതം. 4 പദ്ധതികൾക്ക് കൂടി അനുമതി നൽകി കേന്ദ്രമന്ത്രിസഭ. പദ്ധതി നടപ്പിലാക്കുക ഒഡീഷ, ആന്ധ്രാപ്രദേശ്, പഞ്ചാബ് സംസ്ഥാനങ്ങളിൽ. ഭാരതത്തിനെതിരെ യുദ്ധഭീഷണിയുമായി പാക് മുൻ വിദേശകാര്യമന്ത്രി. ഭാരതത്തിനെതിരെ യുദ്ധത്തിന് മുഴുവൻ പാക് പൗരന്മാരും തയ്യാറെന്ന് ബിലാവൽ ഭൂട്ടോ. നദീജലം തിരികെ ലഭിക്കാൻ യുദ്ധത്തിന് തയ്യാറെന്നും ബിലാവൽ. ഛത്തീസ്ഗഡിൽ വീണ്ടും മാവോയിസ്റ്റ് വേട്ട. ബിജാപൂരിൽ 4 മാവോയിസ്റ്റുകളെ വധിച്ചു. ഏറ്റുമുട്ടലിൽ ജില്ലാ റിസർവ് ഗാർഡിലെ 2 ഉദ്യോഗസ്ഥർക്ക് പരിക്ക്. ചൈനയ്ക്ക് ചുമത്തിയ അധിക താരിഫ് ഉടൻ നടപ്പാക്കില്ലെന്ന് അമേരിക്ക. 90 ദിവസത്തേക്ക് കൂടി നീട്ടി. ഉക്രൈൻ ഭൂമി തിരിച്ചു നൽകണമെന്ന് റഷ്യയുടെ ഡൊണാൾഡ് ട്രംപ്. MSC പലർമോ കപ്പൽ തടഞ്ഞുവെക്കാൻ ഹൈക്കോടതി ഉത്തരവ്. നടപടി കേരള തീരത്തെ കപ്പൽ അപകടത്തെ തുടർന്ന്. ഹൈക്കോടതി നടപടി ബോട്ട് ഉടമകൾ നൽകിയ ഹർജിയിൽ. വിശദമായ വാർത്തയിലേക്ക്. പുതിയ 4 സെമി കണ്ടക്ടർ നിർമ്മാണ യൂണിറ്റുകൾക്ക് അംഗീകാരം നൽകി കേന്ദ്രമന്ത്രിസഭ. ഒഡീഷ, പഞ്ചാബ്, ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിലായി 4594 കോടി രൂപയുടെ പദ്ധതിക്കാണ് അനുമതി നൽകിയിരുന്നത്. മന്ത്രിസഭാ യോഗത്തിനു ശേഷം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. ലക്നോ മെട്രോ വികസനത്തിന് മന്ത്രിസഭ അംഗീകാരം നൽകി. ഇവരുമായി ജിഷ്ണു കൃഷ്ണൻ ചിരികാട്. ജിഷ്ണു, രാജ്യത്തിന്റെ സമഗ്ര വികസനത്തിന് ഊന്നുന്ന വികസന പദ്ധതികൾക്ക് തന്നെയാണ് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയത്. ഇത് സംബന്ധിച്ച് അശ്വിനി വൈഷ്ണവ് കേന്ദ്രമന്ത്രി എന്തൊക്കെ കാര്യങ്ങളാണ് വ്യക്തമാക്കിയത്? KP പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്നിട്ടുള്ള കേന്ദ്ര മന്ത്രിസഭാ യോഗമാണ് നിർണായകമായിട്ടുള്ള പദ്ധതികൾക്ക് അംഗീകാരം നൽകിയിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനം ഇലക്ട്രോണിക്സ് മേഖലയിൽ രാജ്യത്തിന്റെ കുതിപ്പിന് കരുത്തു പകരുന്ന തരത്തിൽ പുതിയ 4 സെമി കണ്ടക്ടർ നിർമ്മാണ യൂണിറ്റുകൾക്ക് മന്ത്രിസഭ അംഗീകാരം നൽകിയിട്ടുണ്ട്. നേരത്തെ 6 സെമി കണ്ടക്ടർ നിർമ്മാണ യൂണിറ്റുകൾക്ക്, നിർമ്മാണ പ്രൊജക്ടുകൾക്ക് മന്ത്രിസഭ കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകുകയും അതിൻ്റെ മറ്റ് പേപ്പർ വർക്കുകളും അതിൻ്റെ നിർമ്മാണവുമെല്ലാം തന്നെ റെക്കോർഡ് വേഗത്തിൽ നടന്നു എന്നുള്ളതാണ് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. നിലവിൽ പുതുതായി ആരംഭിക്കുന്ന 4 നിർമ്മാണ യൂണിറ്റുകൾ, അത് ഒഡീഷ, പഞ്ചാബ്, ആന്ധ്ര സംസ്ഥാനങ്ങളിലായിരിക്കും ഈ നിർമ്മാണ യൂണിറ്റുകൾ സജ്ജീകരിക്കുക. അതിനായി 4594 കോടി രൂപയുടെ പദ്ധതിക്ക് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയിട്ടുണ്ട് എന്ന കാര്യം അശ്വിനി വൈഷ്ണവ് ചൂണ്ടിക്കാട്ടി. കൂടാതെ ഈ 4 പുതിയ നിർമ്മാണ യൂണിറ്റുകൾ നിലവിൽ വരുന്നതോടെ ഇലക്ട്രോണിക്സ് മേഖലയിൽ വൈദഗ്ധ്യമുള്ള 2000-ലധികം ആളുകൾക്കും കൂടാതെ വിവിധ തൊഴിലവസരങ്ങളും ഈ പുതിയ പദ്ധതികളുടെ ഭാഗമായി ഉണ്ടാകും എന്നുള്ളതാണ് അശ്വിനി വൈഷ്ണവ് ചൂണ്ടിക്കാട്ടിയത്. കൂടാതെ രാജ്യത്ത് ഊർജ്ജ ലഭ്യതയും ഉൽപാദനവും വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഊർജ്ജ മേഖലയിൽ 18,541 കോടി രൂപയുടെ പദ്ധതിക്കും കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി 8146 കോടി രൂപ നിക്ഷേപിച്ചുകൊണ്ട് 700 മെഗാവാട്ട് ടാറ്റോ ഹൈഡ്രോളിക് പവർ പദ്ധതിക്ക് മന്ത്രിസഭ അംഗീകാരം നൽകിയിട്ടുണ്ട്. കൂടാതെ രാജ്യത്ത് ഊർജ്ജ ലഭ്യത ഉറപ്പാക്കുന്നതിനുള്ള എല്ലാ നടപടിക്രമങ്ങളും അല്ലെങ്കിൽ എല്ലാ പ്രവർത്തനങ്ങളും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്. അതാണ് ഇത്രയധികം രൂപ ഈ മേഖലയ്ക്കായി മാറ്റിവെച്ചത് എന്ന കാര്യം അശ്വിനി വൈഷ്ണവ് ചൂണ്ടിക്കാട്ടി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് മന്ത്രിസഭ അംഗീകാരം നൽകിയിട്ടുള്ളത് ലക്നോ മെട്രോ വികസനത്തിനാണ്. 5801 കോടി രൂപ ചെലവിൽ ലക്നൗ ഫേസ് 1B പദ്ധതി പൂർത്തിയാക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിൽ ഓൾഡ് ലക്നൗ മേഖലയിലെ 12 സ്റ്റോപ്പുകൾ, 12 സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടായിരിക്കും ലക്നോ മെട്രോയുടെ വികസനം നടക്കുക. അത് ലക്നൗ നഗരത്തിന്റെ, പ്രത്യേകിച്ച് ഓൾഡ് ലക്നോ മേഖലയിലെ ഗതാഗത കുരുക്കിന് വലിയ മാറ്റമുണ്ടാക്കും. അത്തരത്തിലാണ് പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ള. അത്തരത്തിൽ ലക്നോ മെട്രോയുടെ വികസനം, കൂടാതെ ഊർജ്ജ മേഖലയിൽ 18,000-ലധികം
കോടി രൂപയുടെ നിക്ഷേപവും പുതിയ പദ്ധതികളും ഇലക്ട്രോണിക് മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകരുന്നതിന് 4 പുതിയ സെമി കണ്ടക്ടർ നിർമ്മാണ യൂണിറ്റുകൾ തുടങ്ങുന്നതിനും ഇന്ന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയിട്ടുണ്ട്. സുരേഷ്, ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസിന് നേരെ അതിക്രമം നടത്തിയ CPM പ്രവർത്തകനെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ബലമായി മോചിപ്പിച്ച് പാർട്ടി നേതാക്കൾ. വൈകിട്ട് കേന്ദ്രമന്ത്രിയുടെ തൃശൂരിലെ ഓഫീസിലേക്ക് CPM നടത്തിയ മാർച്ചിനിടെയായിരുന്നു സംഭവം. മന്ത്രിയുടെ ഓഫീസിന്റെ ബോർഡ് കരിയോയിലൊഴിച്ച് വികൃതമാക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇയാളെ പോലീസ് പിടികൂടിയത്. എന്നാൽ പോലീസ് വാഹനത്തിൽ നിന്നും CPM നേതാക്കൾ മോചിപ്പിക്കുകയായിരുന്നു. ഈ ദൃശ്യങ്ങളും ജനം TV പുറത്തുവിടുന്നു. CPMന്റെ മുതിർന്ന നേതാക്കൾ എത്തിയാണ് വാഹനത്തിൽ നിന്നും ബലമായി മോചിപ്പിച്ചത്. അഴിപ്പിച്ച് മാറ്റുകയും ചെയ്തു. ഇപ്പോൾ ഇതിനെ സമീപത്തെ പോലീസിൽ നിന്ന് ഇറക്കിയിരിക്കുകയാണ്. ബസ്സിൽ നിന്ന് ഇറക്കിക്കൊണ്ട് CPM നേതാക്കൾ പോകുന്നതാണ് കാണുന്നത്. എന്തായാലും വിവരങ്ങളുമായി സാനു കെ സജീവ് ചേരുകയാണ്. സാനു, പോലീസ് പിടികൂടിയ പ്രവർത്തകരാണ്, ഈ കരിയോയിലൊഴിച്ച് വികൃതമാക്കിയ പ്രവർത്തകരാണ്. നേതാക്കളെത്തി ബലമായി പോലീസ് വാഹനത്തിൽ നിന്ന് പിടിച്ചിറക്കി കൊണ്ടുപോയതല്ലേ? ഇന്ന് വൈകുന്നേരം CPMന്റെ നേതൃത്വത്തിൽ സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിനിടയിലാണ് കേന്ദ്രമന്ത്രിയുടെ ഓഫീസിലെ ബോർഡിന് നേരെ കരിയോയിൽ പ്രയോഗമുണ്ടായത്. തുടർന്ന് ഈ കരിയോയിൽ ഒഴിച്ച ആളെ പോലീസ് ബലമായി കസ്റ്റഡിയിലെടുത്ത് വണ്ടിയിൽ കയറ്റുകയും CPM നേതാക്കൾ നേരിട്ടെത്തി അദ്ദേഹത്തെ മോചിപ്പിക്കുകയായിരുന്നു. അതായത് വലിയ സീനിയർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥരുടെ കസ്റ്റഡിയിലായിരുന്നു ഉദ്യോഗസ്ഥരുണ്ടായിരുന്നെങ്കിലും ബലമായി CPM നേതാക്കളെത്തി ഇദ്ദേഹത്തെ വാഹനത്തിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോവുകയായിരുന്നു. അതായത് താൻ CPM പ്രവർത്തകനല്ലെന്നും ഒപ്പം തന്നെ തന്റെ ഇഷ്ടപ്രകാരമാണ് ഇതിലേക്ക് വന്നതെന്നും ഇവിടെ വന്ന് സമരം ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങൾ വിശദീകരണമായി നടത്തിയ ആളാണ് പിന്നീട് CPM നേതാക്കൾ വന്ന് ബലമായി വാഹനത്തിൽ നിന്ന് പിടിച്ചിറക്കിക്കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതായത് മുതിർന്ന ഉദ്യോഗസ്ഥരടക്കം നോക്കി നിൽക്കെ CPMന്റെ ഏരിയ കമ്മിറ്റി നേതാക്കളാണ് എത്തി ഇദ്ദേഹത്തെ മോചിപ്പിക്കുന്നത്. ഇതിനു മുമ്പ് പല വാർത്തകളും നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. അതായത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസിൽ സുരക്ഷാ വിന്യാസമില്ല, അതേപോലെ തന്നെ മതിയായ പോലീസ് സംരക്ഷണം കേന്ദ്രമന്ത്രിക്ക് ഏർപ്പെടുത്തുന്നില്ല എന്നുള്ള ആരോപണങ്ങളും അല്ലെങ്കിൽ അത്തരം പരാതികൾ നിലനിൽക്കുകയാണ് ഇന്ന് CPIM തൃശൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേന്ദ്രമന്ത്രിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്ന സാഹചര്യമുണ്ടായത്. തുടർന്ന് നേതാക്കൾ തന്നെ ഇടപെട്ട് ഈ പ്രവൃത്തി ചെയ്ത പ്രതിയെ പിടിച്ചിറക്കി കൊണ്ടുപോവുകയായിരുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കേസെടുക്കണമെന്നടക്കമുള്ള കാര്യങ്ങൾ, അതായത് ഓഫീസിന് നേരെ സുരേഷ് ഗോപിയുടെ ഓഫീസിന് നേരെ അക്രമം നടത്തിയവർക്കെതിരെ കേസെടുക്കണമെന്നുള്ള ആവശ്യവുമായി BJP അടക്കം രംഗത്ത് വന്നിട്ടുണ്ട്. ശരി, സാനു കെ സജീവാണ് തൃശ്ശൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ലവ് ജിഹാദിനെ തുടർന്ന് കോരമംഗലത്തെ പെൺകുട്ടി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന് BJP IT സെൽ മേധാവി അമിത് മാളവ്യ. കോരമംഗലം സംഭവം ലവ് ജിഹാദ് അല്ലെന്ന് മുഖ്യമന്ത്രി നിഷേധിക്കുമോ എന്ന് ചോദിച്ച അമിത് മാളവ്യ, കോരമംഗലത്ത് നടന്നത് സിനിമാ കഥ അല്ല, മറിച്ച് ഇന്നത്തെ കേരള അവസ്ഥയാണെന്നും ചൂണ്ടിക്കാട്ടി. ഇവരുമായി ജിഷ്ണു കൃഷ്ണൻ ഡൽഹിയിൽ നിന്നും ചേരുകയാണ്. ജിഷ്ണു, കോരമംഗലം സംഭവത്തിൽ രാജ്യവ്യാപകമായി പ്രതിഷേധം ഉയരുകയാണ്. അമിത് മാളവ്യ ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് വ്യക്തമാക്കിയത്? KP കോതമംഗലത്ത് ലവ് ജിഹാദിനിരയായി പെൺകുട്ടി മരിച്ച സംഭവത്തോടുകൂടി ലവ് ജിഹാദും ഒപ്പം ഇസ്ലാമിക ഭീകരവാദവും അതുമായി ബന്ധപ്പെട്ട മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ദേശീയ തലത്തിൽ വീണ്ടും ചർച്ചയാവുകയാണ്. അക്കാര്യമാണ് ഈ BJPയുടെ IT സെൽ മേധാവി അമിത് മാളവ്യ അദ്ദേഹത്തിൻ്റെ എക്സ് പോസ്റ്റിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളത്. കേരളത്തിൽ കോതമംഗലത്ത് ലവ് ജിഹാദിനിരയായിട്ടുള്ള സംഭവത്തിൽ മുഖ്യമന്ത്രി മറുപടി പറയണം എന്നുള്ളതാണ് BJP ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ കോതമംഗലത്ത് നടന്നിട്ടുള്ളത് സിനിമാ കഥയല്ല, ഇനി ലവ് ജിഹാദ് ഒരു കെട്ടുകഥയാണ് എന്ന് മുഖ്യമന്ത്രിക്ക് പറയാൻ സാധിക്കുമോ? അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഈ കോതമംഗലത്തെ പെൺകുട്ടിയുടെ കുടുംബത്തോട് ലവ് ജിഹാദ് എന്നതൊരു കെട്ടുകഥയാണ് എന്ന് ഇനി പറയാൻ സാധിക്കുമോ എന്ന ചോദ്യമാണ് BJPയും IT സെൽ മേധാവി അമിത് മാളവ്യയും ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൽ ഇത്തരത്തിൽ ഇസ്ലാമിക ഭീകര പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പെൺകുട്ടികളെ നിർബന്ധപൂർവ്വം അല്ലെങ്കിൽ പ്രണയം നടിച്ചുകൊണ്ടും പ്രലോഭിപ്പിച്ചുകൊണ്ടും മതം മാറ്റുകയും അവരെ ഭീകര പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് കാലങ്ങളായി നിലനിൽക്കുന്ന വസ്തുതയും അക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ കേരളത്തിൻ്റെ മതനിരപേക്ഷതയെ അല്ലെങ്കിൽ മതസൗഹാർദ്ദവും തകർക്കുന്നു എന്ന ആരോപണം മുൻനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിലൊരു പടച്ചട്ട മുൻപോട്ട് വെച്ച് അത്തരം ആരോപണങ്ങളെ തകർക്കാനും അല്ലെങ്കിൽ അത്തരം വസ്തുതകൾ കണ്ടില്ലെന്ന് നടിക്കാനും ലവ് ജിഹാദ് എന്നുള്ളത് കെട്ടുകഥയാണ് എന്ന മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ അല്ലെങ്കിൽ കേരളത്തിലെ ഇടത് വലത് രാഷ്ട്രീയ നേതാക്കളും ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ ഇപ്പോൾ കോതമംഗലത്ത് പെൺകുട്ടിയുടെ മരണം കൂടി സംഭവിച്ചതോടുകൂടി
ഇത്തരം സംഭവങ്ങൾ കേരളത്തിലെ യഥാർത്ഥ അല്ലെങ്കിൽ സ്ഥിതിയാണ് എന്നുള്ളതാണ് BJP ചൂണ്ടിക്കാണിക്കുന്നത്. നേരത്തെ നമുക്കറിയാം, കേരളത്തിൽ നിന്ന് ഇത്തരത്തിൽ പെൺകുട്ടികളെ നിർബന്ധിത മതപരിവർത്തനത്തിനും അതിലൂടെയും ഭീകരവാദത്തിനും ഉപയോഗപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട കേരള സ്റ്റോറി എന്ന സിനിമ വന്നപ്പോൾ അത് കേരളത്തെ അപമാനിക്കുന്നതാണ് എന്ന വലിയ പ്രചാരണം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ നടത്തിയിരുന്നു. ആ സിനിമയ്ക്ക് ദേശീയ തലത്തിൽ പുരസ്കാരങ്ങൾ നേടിയപ്പോഴും അത്തരത്തിലുള്ള പരാമർശങ്ങളും അത്തരത്തിലുള്ള ആരോപണങ്ങളും ആ സിനിമയ്ക്ക് നേരെ ഉയർന്നിരുന്നു. പക്ഷെ അതിൽ ചൂണ്ടിക്കാണിക്കുന്നതിന് സമാനമായി കേരളത്തിൽ നിന്ന് പെൺകുട്ടികളെയും മതപരിവർത്തനത്തിന്, അതും നിർബന്ധിത മതപരിവർത്തനത്തിനും ഇസ്ലാമിക ഭീകരവാദത്തിൻ്റെയും ഭാഗമാക്കുന്നു എന്ന ചർച്ചയ്ക്കാണ് വീണ്ടും ഈ കോതമംഗലത്തെ പെൺകുട്ടിയുടെ മരണത്തോടുകൂടി വഴി തുറന്നിട്ടുള്ളത്. ദേശീയ തലത്തിൽ വീണ്ടും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ, അതായത് ലവ് ജിഹാദും അതിനെതിരെ കേരളത്തിൽ എതിരെ നടപടികൾ സ്വീകരിക്കാത്ത വിഷയവും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഈ വിഷയത്തിലെ നിലപാടുമെല്ലാം ദേശീയ തലത്തിൽ വീണ്ടും ചർച്ചയാവുകയാണ്. KP ജിഷ്ണു കൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. കോതമംഗലം ലവ് ജിഹാദ് സംഭവം ദേശീയ ശ്രദ്ധയിലേക്ക്. സംഭവത്തെ അപലപിച്ച് കേരള സ്റ്റോറി സിനിമയുടെ അണിയറ പ്രവർത്തകർ സിനിമയിലൂടെ ഇത് പറഞ്ഞപ്പോൾ പ്രൊപ്പഗണ്ട എന്ന് വിമർശിച്ചു. പ്രണയ സാക്ഷാത്കാരത്തിനായി മതം മാറണം എന്ന് നിർബന്ധിക്കുന്നതിനെ കേരളം പോലെ വിദ്യാസമ്പന്നരായ സമൂഹം എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ലെന്നും സംവിധായകൻ സുദീപ് തോസനും എഴുത്തുകാരി അംബിക ജെക്കെയും ചോദിച്ചു. കോതമംഗലത്ത് ക്രിസ്ത്യൻ പെൺകുട്ടി ലവ് ജിഹാദിനിരയായി ആത്മഹത്യ ചെയ്ത പശ്ചാത്തലത്തിലാണ് കേരള സ്റ്റോറിയുടെ അണിയറ പ്രവർത്തകർ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയത്. തങ്ങൾ സിനിമയിലൂടെ ഇത് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. അന്ന് പ്രൊപ്പഗണ്ട എന്ന പേരിൽ വിമർശിച്ചു. കേരള സമൂഹം പൂർണ്ണമായും വർഗീയവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. ഭൂരിപക്ഷം ഇത് തിരിച്ചറിയുന്നില്ലെന്നും സിനിമയുടെ സംവിധായകൻ സുദീപ് തോസൻ. My film, The Kerala Story, is an exaggeration. It's a distortion of the truth, and it is a propaganda. Now, Kerala society is getting radicalized, and the majority is in denial. That is the saddest part, and that is the most worrisome part of the whole event. പ്രണയ സാക്ഷാത്കാരത്തിനായി പെൺകുട്ടികളോട് മതം മാറണമെന്ന് നിർബന്ധിക്കുകയാണ്. കേരളം പോലെ വിദ്യാസമ്പന്നരായ സമൂഹം ഇതെന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല? പ്രണയത്തിന്റെ പേരിൽ പെൺകുട്ടികൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നതും മതം മാറ്റുന്നത് കേരളത്തിൽ സർവ്വസാധാരണമായിരിക്കുന്നുവെന്നും സുദീപ് തോസൻ ചൂണ്ടിക്കാട്ടി. The educated, intellectually vibrant Kerala society, how they are not questioning that for a love relationship, how come a girl is forced to convert? This conversion racket has gone so deep into the society. കോതമംഗലത്തെ സംഭവം വേദനാജനകമാണെന്നും ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീ വിഷയത്തിൽ ഇടപെട്ട മതമേലധ്യക്ഷന്മാരോ രാഷ്ട്രീയക്കാരോ ഇതിൽ ഇടപെട്ട് കണ്ടില്ലെന്നും എഴുത്തുകാരി അംബിക ജെക്കെ പ്രതികരിച്ചു. ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ വിഷയത്തിൽ ഇവിടെ എത്ര വലിയൊരു പൊളിറ്റിക്കൽ സമ്മർദ്ദ തന്ത്രമാണ് അവർ ഉപയോഗിച്ചത്, രണ്ട് ഇടത് പാർട്ടികളും. ഇന്നൊരു ക്രിസ്ത്യൻ പെൺകുട്ടിയുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. ആ പെൺകുട്ടിക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ട് ആ കന്യാസ്ത്രീ വിഷയത്തിൽ ഇടപെട്ട ഒരു മതമേലധ്യക്ഷന്മാരില്ല, രാഷ്ട്രീയക്കാരില്ല. അതിനു വേണ്ടിയിട്ട് പെട്ടിയും തൂക്കി ഛത്തീസ്ഗഡിൽ പോയിട്ടുള്ള നമ്മുടെ MP-മാരില്ല, ആരുമില്ല, ആർക്കും വായ തുറക്കണ്ട. അതിന് നഷ്ടപ്പെട്ടത് ആ കുട്ടിക്കും ആ കുട്ടിയുടെ അമ്മയ്ക്കും സഹോദരനും മാത്രമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം കൺവേർഷനും സൂയിസൈഡും രണ്ടല്ല, ഒന്ന് തന്നെയാണ്. കൺവേർഷൻ ഇസ്ലാം മതത്തിലേക്ക് പ്രണയത്തിന്റെ വിവാഹത്തിന്റെ പേരിൽ നടക്കുന്നത് എല്ലാം തന്നെ ആത്മഹത്യാപരമാണ്. ജനം, ഡൽഹി. സ്വാതന്ത്ര്യത്തിന്റെ 78ാം വാർഷികത്തോടനുബന്ധിച്ച് ഹർഘർ തിരങ്ക ക്യാമ്പയിന് തുടക്കമായി. അഭിമാനത്തിന്റെയും ഇടയടുപ്പത്തിന്റെയും പ്രതീകവുമായി ത്രിവർണ്ണ പതാക വീടുകളിലും ഓഫീസുകളിലും ഉയരും. ഓഗസ്റ്റ് 15 വരെയാണ് ദേശീയ ക്യാമ്പയിൻ. घर घर तिरंगा, हर घर तिरंगा, घर घर तिरंगा, रथ घर तिरंगा, घरो घरी तिरंगा, रथे घरी तिरंगा. ഖർഘർ തിരങ്ക ക്യാമ്പയിന്റെ 4ാം പതിപ്പാണ് ഇത്തവണ നടക്കുക. ആസാദി കാ അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായാണ് ക്യാമ്പയിൻ. ദേശീയ പതാക ഉയർത്തി അതിനൊപ്പം സെൽഫി എടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കാനും ആഹ്വാനമുണ്ട്. कैसे फहराएं तिरंगा? छड़ी हो, रॉड हो या हो किसी पेड़ की डाली, घर पर उपलब्ध चीजों का इस्तेमाल करके अपने घर भी फहराएं तिरंगा. हर घर तिरंगा. ഖർഘർ തിരങ്ക .com എന്ന വെബ്സൈറ്റിലും ചിത്രങ്ങൾ പങ്കുവയ്ക്കാം.
ദേശീയ പതാക ത്യാഗത്തിന്റെയും വിശ്വസ്തതയുടെയും സമാധാനത്തിന്റെയും പ്രതീകമാണ്. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത പോരാളികളെ അനുസ്മരിക്കാനുള്ള മാധ്യമമാണ് ഘർ ഘർ തിരങ്ക ക്യാമ്പയിൻ. ഇത്തവണ 5 ലക്ഷം യുവാക്കളാണ് തിരങ്ക ക്യാമ്പയിനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് അറിയിച്ചു. ദേശീയ പതാക ഉയർത്തുന്നതിന് പുറമെ ഇവർ വീട് സന്ദർശിക്കുകയും മറ്റുള്ളവരെയും ഈ ക്യാമ്പയിന്റെ ഭാഗമാക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. മികച്ച വോളണ്ടിയർമാർക്ക് സാംസ്കാരിക മന്ത്രാലയം പ്രത്യേക സർട്ടിഫിക്കറ്റുകൾ നൽകും. പരമാവധി ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യുന്നവരെ സംസ്ഥാന ദേശീയ ചടങ്ങുകളിൽ ആദരിക്കും. പേര്, ഫോൺ നമ്പർ തുടങ്ങിയ വ്യക്തിഗത വിവരങ്ങൾ നൽകി ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്യാം. 2002 ഫ്ലാഗ് കോഡ് ഓഫ് ഇന്ത്യ അനുസരിച്ച് ദേശീയ പതാക ഉയർത്തുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങളും ക്യാമ്പയിന്റെ വെബ്സൈറ്റിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. സ്വയം സഹായ സംഘങ്ങളും മറ്റു ചെറുകിട സംരംഭകരുമാണ് ത്രിവർണ്ണ പതാക നിർമ്മിക്കുന്നതിൽ മുൻപന്തിയിലുള്ളത്. പോസ്റ്റ് ഓഫീസ് വഴിയും ത്രിവർണ്ണ പതാക വിതരണം ചെയ്യും. ന്യൂസ് ഡെസ്ക് ജനം. സിന്ധു നദീജല കരാർ ലംഘിച്ചാൽ ഭാരതത്തിനെതിരെ യുദ്ധമെന്ന് പാകിസ്ഥാൻ മുൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ഭൂട്ടോ സർദാരി. യുദ്ധമുണ്ടായാൽ മോദിയെ നേരിടാനുള്ള കരുത്ത് പാകിസ്ഥാൻ ജനതയ്ക്കുണ്ട്. മറ്റൊരു യുദ്ധമുണ്ടായാൽ പാകിസ്ഥാന് തങ്ങളുടെ 6 നദികളും തിരിച്ചുപിടിക്കേണ്ടി വരുമെന്നും ബിലാവൽ ഭൂട്ടോ വീരവാദം മുഴക്കി. പാകിസ്ഥാൻ സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പ് സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കവെയാണ് ഭാരതത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുമെന്ന ഭീഷണി പാക് മുൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ഭൂട്ടോ സർദാരി നടത്തിയത്. സിന്ധു നദിയിലെ വെള്ളം പാകിസ്ഥാനിൽ നിന്നും വഴിതിരിച്ചുവിടുന്നത് സിന്ധിന്റെ ചരിത്രം, സാംസ്കാരികം, നാഗരികത എന്നിവയ്ക്കെതിരായ ആക്രമണമാണെന്നും ബിലാവൽ ഭൂട്ടോ ആരോപിച്ചു. ഈ വർഷം മെയ് മാസത്തിൽ നടന്ന സൈനിക ഏറ്റുമുട്ടലിൽ ഭാരതത്തിനേറ്റ തിരിച്ചടിക്കുള്ള മറുപടിയായിരുന്നു ഈ ജല ആക്രമണമെന്നും ബിലാവൽ ഭൂട്ടോ പറഞ്ഞതായി ദ എക്സ്പ്രസ് ട്രിബ്യൂൺ റിപ്പോർട്ട് ചെയ്യുന്നു. യുദ്ധമുണ്ടായാൽ മോദിയെ നേരിടുവാനുള്ള കരുത്ത് പാകിസ്ഥാൻ ജനതയ്ക്കുണ്ട്. മറ്റൊരു യുദ്ധമുണ്ടായാൽ പാകിസ്ഥാൻ തങ്ങളുടെ 6 നദികളും തിരിച്ചുപിടിക്കേണ്ടി വരുമെന്നായിരുന്നു ബിലാവൽ ഭൂട്ടോയുടെ വാക്കുകൾ. സിന്ധു നദി ഇന്ത്യയുടെ സ്വത്തല്ലെന്നും അണക്കെട്ട് നിർമ്മിച്ചാൽ തകർക്കുമെന്നും പാകിസ്ഥാൻ സൈനിക മേധാവി അസിം മുനീർ മുമ്പ് പറഞ്ഞിരുന്നു. പാകിസ്ഥാൻ മുങ്ങിത്താഴുകയാണെന്ന് തോന്നിയാൽ ലോകത്തിന്റെ പകുതിയും നശിപ്പിക്കുമെന്നും അസിം ഭീഷണി മുഴക്കിയിരുന്നു. എന്നാൽ ഇത്തരം വില കുറഞ്ഞ ഭീഷണികളെ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം തള്ളുകയാണ്. ജനം, ഡൽഹി. വീണ്ടും ട്രംപിന്റെ പാക് കരുതൽ പുറത്ത്. ബലോച്ച് വിമോചന സേനയെ അമേരിക്ക വിദേശ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചു. പാകിസ്ഥാന്റെ തെക്കുപടിഞ്ഞാറൻ പ്രവിശ്യയായ ബലൂചിസ്ഥാനെ സ്വതന്ത്രമാക്കുന്നതിനായി പോരാടുന്ന സംഘടനയാണ് BLA. ആഗോള ഭീകരത പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാനെ ഒപ്പം നിർത്തിയാണ് അമേരിക്കയുടെ പ്രഖ്യാപനം. ഭീകരതയെ ചെറുക്കുന്നതിനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ പ്രതിബദ്ധതയെന്നാണ് വിശദീകരണം. പതിറ്റാണ്ടുകളായി അമേരിക്ക പാകിസ്ഥാന് സൈനിക സഹായങ്ങൾ നൽകി വരുന്നതിന് തെളിവ് ഭാരത സൈന്യം പുറത്തുവിട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ പ്രഖ്യാപനവും. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തെയും ഓപ്പറേഷൻ സിന്ദൂറിനെയും പ്രശംസിച്ച് കോൺഗ്രസ് നേതാവ് അഹമ്മദ് പട്ടേലിന്റെ മകൻ ഫസൽ പട്ടേൽ. പ്രധാനമന്ത്രി മികച്ച നേതൃത്വം നൽകിയെന്നും സായുധ സേന മികച്ച പ്രകടനം കാഴ്ചവെച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. വലിയ പ്രതിസന്ധിയിൽ നിന്നാണ് രാജ്യം കരകയറിയത്. എസ് ജയശങ്കർ, അമിത്ഷാ, രാജ്നാഥ് സിംഗ്, സുവേന്ദു അധികാരി എന്നിവർ രാജ്യത്തിനായി കഠിനാധ്വാനം ചെയ്യുന്നുണ്ടെന്നും ഫസൽ പട്ടേൽ വ്യക്തമാക്കി. ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുത്ത് അവരെ നേതാക്കളായി മന്ത്രിസ്ഥാനങ്ങളിൽ നിയമിക്കുന്നത് വളരെ മികച്ച കാര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. Well, to some points I also disagree. Yes, I am part of the Congress, so I deeply reject a lot of things which the current regime is. Well, that is not my purview. The armed forces have done a great job, and PM Modi ji ने अच्छी leadership लेके हमारी देश को हमें निकाला एक बड़ी crisis से, and it's a big deal. I'm very proud of our jawans. I'm very proud of all our armed forces, and Jaishankar ji, I have a lot of respect for him, and how Modi ji makes bureaucrats as leaders or puts them into ministry roles. I think it's fantastic. CPM നേതാവ് MV ജയരാജന് മറുപടിയുമായി C സദാനന്ദൻ മാസ്റ്റർ MP. തിരക്കിലായിരുന്നതുകൊണ്ട് MV ജയരാജന്റെ തിട്ടൂരം അറിയാൻ വൈകിയെന്നും C സദാനന്ദൻ മാസ്റ്റർ പരിഹസിച്ചു. കമ്മ്യൂണിസ്റ്റുകാരെ ജയിലിലാക്കി MP-യായി വിലസാമെന്ന് കരുതേണ്ടെന്ന MV ജയരാജന്റെ പ്രസ്താവനയ്ക്ക് മറുപടിയായിരുന്നു ഫേസ്ബുക്കിലൂടെയുള്ള പരിഹാസം.
കമ്മ്യൂണിസ്റ്റുകാരെ ജയിലിലാക്കിയത് പരമോന്നത നീതിപീഠമാണ്. നിങ്ങൾ നേതാക്കൾ ബോംബും വാളും മഴുവും നൽകി പറഞ്ഞയച്ചതനുസരിച്ച് കൊടും ക്രൂരത കാണിച്ചതിനുള്ള ശിക്ഷയാണ് ലഭിച്ചതെന്നും ഇപ്പോൾ വിലപിച്ചിട്ട് കാര്യമില്ലെന്നും സദാനന്ദൻ മാസ്റ്റർ ഫേസ്ബുക്കിൽ കുറിച്ചു. താൻ രാജ്യസഭാംഗമായത് രാഷ്ട്രപതിയുടെ ഉത്തരവിലും പ്രധാനമന്ത്രിയുടെ നിർദ്ദേശത്തിലുമാണ്. ശതാബ്ദങ്ങളായി നടത്തുന്ന സാമൂഹ്യ സേവനത്തിനുള്ള അംഗീകാരമായാണ് അതിനെ വിലയിരുത്തുന്നത്. അതിൽ അസഹിഷ്ണുത പൂണ്ട് വെറികൊണ്ട് കലിതുള്ളി തൊണ്ട പൊളിച്ചിട്ട് കാര്യമില്ലെന്ന് സദാനന്ദൻ മാസ്റ്റർ ഫേസ്ബുക്കിൽ പരിഹസിച്ചു. അടിമത്തം പേറാൻ മനസ്സില്ലെന്ന് ചങ്കൂറ്റത്തോടെ പ്രഖ്യാപിച്ചതിന്റെ പേരിൽ ദുരന്തം പേറേണ്ടി വന്ന അനേകായിരം അമ്മമാരുടെയും കുടുംബാംഗങ്ങളുടെയും ആശീർവാദം തന്നോടൊപ്പം ഉണ്ടെന്നും സദാനന്ദൻ മാസ്റ്റർ കൂട്ടിച്ചേർത്തു. നാട്ടിൽ നന്മ പുലർന്ന് കാണാൻ ആഗ്രഹിക്കുന്ന ലക്ഷങ്ങളുടെ പിന്തുണ തനിക്കുണ്ടെന്നും അതുകൊണ്ട് ആ വാറോല മടക്കി കെട്ടി അങ്ങ് അലമാരിയിൽ വെച്ചാൽ മതിയെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ പരിഹസിച്ചു. ഇതൊക്കെ തന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ്. നാടിന് ഗുണമുണ്ടാകുന്ന പണി ധാരാളം വേറെയുണ്ടെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ വ്യക്തമാക്കി. കമ്മ്യൂണിസ്റ്റുകാരെ ജയിലിലാക്കി MP ആയി വിലസാമെന്ന് കരുതേണ്ടെന്ന MP ജയരാജന്റെ പ്രസ്താവനയ്ക്ക് മറുപടിയായിരുന്നു ഫേസ്ബുക്ക് വഴി സദാനന്ദൻ മാസ്റ്ററുടെ പരിഹാസം. MP ആയി വിലസാൻ തന്നെയാണ് തന്റെ തീരുമാനമെന്ന തലക്കെട്ടോടെയായിരുന്നു ഫേസ്ബുക്ക് കുറിപ്പ് ആരംഭിച്ചത്. ജനം, ഡൽഹി. കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ പ്ലാസ്റ്റിക് ഉപയോഗം പൂർണ്ണമായും നിരോധിച്ചു. ഗൊദോലിയ, മിതാഗിൻ എന്നിങ്ങനെ ക്ഷേത്രത്തിന്റെ സമീപ പ്രദേശങ്ങളിലും നിരോധനം ബാധകമാണ്. പരിസ്ഥിതി സൗഹൃദ ബദലുകൾ പ്രോത്സാഹിപ്പിക്കാനായി പ്രത്യേക ക്യാമ്പയിൻ സംഘടിപ്പിക്കുകയാണ് ക്ഷേത്ര ഭരണകൂടം. പൂജാദ്രവ്യങ്ങൾ വിൽക്കുന്ന കടകളിലും മറ്റും മുള ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തീരുമാനത്തിന് വൻ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. പുണ്യഭൂമിയുടെ പവിത്രത കാത്തുസൂക്ഷിക്കാൻ ഈ തീരുമാനം കാരണമാകുമെന്ന് ഭക്തർ അഭിപ്രായപ്പെട്ടു. ചെന്നൈ വിമാനത്താവളത്തിൽ ലാൻഡിങ്ങിനിടെ കാർഗോ വിമാനത്തിന് തീപിടിച്ചു. കുലാലംപൂരിൽ നിന്നെത്തിയ വിമാനത്തിന്റെ എഞ്ചിനാണ് അഗ്നിബാധ. ആളപായമില്ല. സംഭവത്തിൽ അന്വേഷണം തുടരുകയാണ്. പുനെയിൽ തീർത്ഥാടകർ സഞ്ചരിച്ച വാൻ മറിഞ്ഞ് 7 മരണം. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 20 പേർക്ക് പരിക്കേറ്റു. കുണ്ടേശ്വർ ക്ഷേത്രത്തിലേക്ക് പോയ സംഘം സഞ്ചരിച്ച വാഹനം കൊക്കയിലേക്ക് മറിയുകയായിരുന്നു. സംഭവത്തിൽ പ്രധാനമന്ത്രിയും മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയും ദുഃഖം രേഖപ്പെടുത്തി. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് പ്രധാനമന്ത്രി 2 ലക്ഷം രൂപയും മുഖ്യമന്ത്രി 4 ലക്ഷം രൂപയും അടിയന്തര സഹായമായി നൽകും. പരിക്കേറ്റവർക്ക് കേന്ദ്ര സർക്കാർ 50,000 രൂപ വീതം നൽകും. പരിക്കേറ്റവർക്ക് സൗജന്യ ചികിത്സ നൽകുമെന്ന് ദേവേന്ദ്ര ഫട്നാവിസ് അറിയിച്ചു. രാജ്യാന്തരം ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്തേ.